ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞങ്ങൾ ബോംബെ പോക്ക് ഞങ്ങൾ ക്യാൻസലാക്കിയിരിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് നമ്മളെ കോഴിക്കോട്ടേക്ക് മടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ കോഴിക്കോട്ടേക്കുള്ള മടക്കവും ഞങ്ങളിവിടുത്തെ താമസവും ഞങ്ങളുടെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് പൂനെയിലെ നമ്മളെ മോൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഒരു സമുച്ചയമുണ്ട്, ഒരുപാട് ആ ഭാഗത്താണ്. ഇത് അവിടേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുന്ന വലിയ ടാങ്കാണ് ഇവിടെ. ഒരുപാട് ഫ്ലാറ്റുകളുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പസാണ്, ഷുക്കുവാനി ക്യാമ്പസാണ്. അതിനുള്ളിൽ കണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാതും ഇതിൻ്റെ അകത്തുണ്ട്. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കൂടി റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ രണ്ട് ബാൽക്കണി നല്ല ഹൈറ്റ് ഉള്ളത്, അതായത് 2 ഫ്ലോറിൻ്റെ ആ ഒരു ലെവലിലാണ് ബാൽക്കണി. അതായത് താഴെയുള്ള ബാൽക്കണീൻ്റെ അതേപോലെ മറ്റുള്ളവർക്ക് ബാൽക്കണി ഇല്ല. ഇതൊരു അമ്പലമുണ്ട് ഇവിടെ, ചെറിയൊരു അമ്പലം. അതിനോട് ചാരിയിട്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ സ്ഥലങ്ങളുണ്ട്, ഇങ്ങനെ ഉതിരുന്ന സ്ഥലങ്ങളും പിന്നെ അങ്ങനത്തെ കുറച്ച് കളിക്കുന്ന സ്ഥലങ്ങൾ, കുട്ടികൾക്കായിട്ടുള്ള ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പിന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള ഭാഗങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ നല്ല സൂപ്പറാണ് ഈ ഒരു ഏരിയ. ഇതാണ് മോൻ ജോലി ചെയ്യുന്ന കമ്പനി. ഓന് എൻവയറമെൻ്റൽ എഞ്ചിനീയറായിട്ട്, അതായത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ എംടെക് എൻവയറമെൻ്റൽ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ്. അതിൻ്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊന്നും പ്രവേശനമില്ല. പിന്നെ അതിന് സ്പെഷ്യൽ കാർഡും കാര്യങ്ങളൊക്കെ വേണം. അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടെങ്കിലും അതിനുള്ളിലേക്ക് വിടുക. അപ്പോൾ നമുക്ക് അതിനുള്ളിലേക്ക് യാതൊരു പ്രവേശനമില്ല. അപ്പോൾ ഞങ്ങൾ പോകുന്നത് പ്രമാണിച്ചിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടതാണ്. ആ പോകുന്ന വഴിയിൽ തന്നെയാണ് ഓഫീസ് കെട്ടിടം ഉള്ളത്. അപ്പോൾ ഇവിടെ ഓഫീസിൻ്റെ പരിസരം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഇന്ന് യാത്ര പോകണം. ഇവിടുന്ന് പൂനെ ടൗണിൽ തന്നെയാണ് ഇതുള്ളത്. ഇവിടുന്ന് ഇങ്ങനെ ഒരു യു ടേൺ അടിക്കണം. ഈ ബസ് തിരിയുന്നുണ്ടല്ലേ, അവിടെ നിന്നിട്ട് യു ടേൺ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ യു ടേൺ എടുക്കുക. അങ്ങനെ ഈ ഒരു വെള്ള ടാങ്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ടാങ്കാണ്. അതിലങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് ഈ റോഡിന് മെഡിക്കൽ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഷുക്കുവാനി ക്യാമ്പസ്, അവിടെയാണ് താമസമുള്ളത്. ഇനി നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ കയറിയിട്ട് പോകണം. ഇതാണ് ഷുക്കുവാനി ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റ്. മോനോട് വരണ്ടെന്ന് പറഞ്ഞാണ് ഞങ്ങൾ തന്നെ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. പിന്നെ ഇവിടുന്ന് ഫ്ലാറ്റിൻ്റെ അവിടുന്ന് ഏകദേശം 20 മിനിറ്റ് ദൂരമുണ്ട്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ഞാൻ വന്നിറങ്ങിയത് രാത്രി ആയിരുന്നല്ലോ, പുലർച്ചയ്ക്ക്. അപ്പോൾ അതിൻ്റെ പുറംഭാഗമൊന്നും ഇരുട്ടത്തേന്നുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം 5:20 ആയിരിക്കുന്നത്. 7 മണിയോട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ വണ്ടി നിർത്തി ലഗേജൊക്കെ ഇറക്കിയിട്ട് അങ്ങോട്ട് പോകണം. ഇതാണ് ഫ്രണ്ട് ഭാഗം. അത്യാവശ്യം നല്ല തിരക്കുണ്ട് പൂനെയിൽ. കണ്ടമാനം ജനങ്ങളുണ്ട് ഇവിടെ. അപ്പം തന്നെ അത്യാവശ്യം ജനങ്ങളുണ്ട്. ഇനി ട്രെയിൻ വരാൻ നേരത്ത് അങ്ങനെ ഉണ്ടെന്ന് അറിയാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ട്രെയിൻ നിൽക്കുന്നത്, ബോഗി എവിടെയാണെന്നൊക്കെ നോക്കണം ഇനി. അപ്പോൾ ഇനി അതിൻ്റെ അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ്.
പോർട്ടർമാരൊക്കെ ഉണ്ട് ലഗേജ് പിടിക്കണോ വേണ്ടോ വെച്ചിട്ട്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഒക്കെ ട്രോളി ലഗേജാണുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. അപ്പോൾ നമ്മളത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. മോളിയും കൊണ്ടൊന്ന് ഇങ്ങനെ കറങ്ങണം, ഉള്ളിൽ കൂടി ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കണം. യാത്ര ചെയ്തുകൊണ്ട് യാത്ര കുഴപ്പമില്ല. റെയിൽവേ സ്റ്റേഷനിലൂടെ ഉള്ള കറക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ട്രെയിൻ എത്തിക്കുന്നു. ഇനി ട്രെയിനിൽ കയറുക, നേരെ കടന്നുറങ്ങുക. പിന്നെ ഇനി രാവിലെ എണീക്കുക. ചെറിയ പനി കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും. അപ്പം നമ്മൾ സ്റ്റേഷൻ വിട്ടിട്ടുണ്ട്. ഞാൻ കിടക്കാൻ പോവാണ്. ബാക്കി രാവിലെ കാണാം. നല്ല ഉറക്കമൊക്കെ ഇറങ്ങി എണീച്ച് ഇപ്പോൾ സമയം 7:26. നമ്മുടെ മഡ്ഗോണിൽ എത്തിയിട്ടുണ്ട്. മഡ്ഗോണിൽ കുറച്ച് നേരം നിർത്തിയിടും ട്രെയിന്. എല്ലാവർക്കും പനി പിടിച്ചേക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബോംബെ പോക്കൊക്കെ ക്യാൻസൽ ചെയ്താണ്. പൂനെയിൽ നിന്ന് ബോംബെക്ക് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമുള്ളൂ. ഗോവ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് സീറ്റൊക്കെ കാലിയാക്കുന്നു. ഇപ്പോൾ മാംഗ്ലൂർ എത്തിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മറ്റുള്ള സ്റ്റേഷനൊക്കെ. അതുകൊണ്ട് ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.